യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്നർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ നിങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഇന്നുവരെയും ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേട്ടവരെയും കേട്ടുകൊണ്ടിരിക്കുന്നവരെയും ഈ വചനത്തെ സ്വീകരിച്ചവരെയും നിയോഗ പ്രാർത്ഥനയിലും ഡെയിലി ബ്ലെസ്സിങ്ങിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും ഇന്ന് വിശുദ്ധ കുർബാനയിൽ, ഇന്ന് അർപ്പിക്കാൻ പോകുന്ന വിശുദ്ധ കുർബാനയിൽ പ്രത്യേകം ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഓരോരുത്തരും ദൈവാനുഗ്രഹം അനുഭവിക്കുന്ന സമയമായി ഈ സമയത്തെ മാറ്റുന്ന ദൈവത്തിൻ്റെ വലിയ കാരുണ്യത്തിന് നമുക്ക് നന്ദി പറയാം. വചനം കേൾക്കുന്ന സമയമുണ്ടല്ലോ, അത് അത്ഭുതങ്ങൾ ആരംഭിക്കുന്ന സമയം കൂടിയാണ്. അങ്ങനെ തന്നെ വിശ്വസിക്കാമോ? വചനം കേൾക്കുന്ന ഈ സമയം എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ആരംഭിക്കുന്ന സമയമാണ്, തുടങ്ങുന്ന സമയമാണ്. ചില അടയാളങ്ങൾ തുടങ്ങുന്ന സമയമാണ്, ചില വഴിത്തിരിവുകൾ ആരംഭിക്കുന്ന സമയമാണ്, പുതിയ ജീവിതത്തിന് തുടക്കമിടുന്ന സമയമാണ്, ചില പുതിയ ആശയങ്ങൾ ദൈവം തരുന്ന സമയമാണ്, പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പ്രചോദനവും പ്രോത്സാഹനവും ലഭിക്കുന്ന സമയമാണ്. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുവാണ്. ഒന്നുമല്ലെങ്കിലും ഡെയിലി ബ്ലെസ്സിങ്ങിലൊക്കെ എത്രയോ ലക്ഷക്കണക്കിന് വ്യക്തികൾ, കുടുംബങ്ങളാണ് വചനം കേൾക്കുകയും എഴുതുകയും ഷെയർ ചെയ്യുകയും സ്റ്റാറ്റസ് ഇടുകയൊക്കെ ചെയ്യുന്നത്. നിങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങളെ മനസ്സുകൊണ്ട് ദൈവനാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നന്മയുണ്ടാകട്ടെ, അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേൾക്കുന്ന വചനം വളരെ സുപരിചിതമാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുകയാണ്. സങ്കീർത്തന പുസ്തകം 1-ാം അധ്യായം 2-3 വാക്യങ്ങളാണ് വായിക്കുന്നത്. ഇത് പറയുമ്പോൾ വചനം കേൾക്കുന്നവർ കേവലം ഒരു ശബ്ദം മാത്രമല്ല കേൾക്കുന്നത്, അതൊരനുഗ്രഹമായി അനുഭവിക്കുന്ന സമയം കൂടിയാണ്. ഒരു സംരക്ഷണമായി, സംരക്ഷണ ഭിത്തിയായി മാറുന്ന സമയം കൂടിയാണ്. വാക്യം വായിക്കുകയാണ്. സങ്കീർത്തനം 1-ാം അധ്യായം 2-3 വാക്യങ്ങൾ. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്, സന്തോഷിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവവചനം രാവും പകലും ഒക്കെ ധ്യാനിക്കുന്നു. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. ആരുടെ? ദൈവവചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികൾക്കുമുള്ളൊരു വാഗ്ദത്ത വചനമാണ്. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകും. അവൻ ആഗ്രഹിച്ചത് നടക്കും. അതല്ല എഴുതിയിട്ടുള്ളത്. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകും. എന്തിനു വേണ്ടിയാണോ അവൻ ദൈവവിചാരത്തോടെ ഇറങ്ങി തിരിച്ചത്, ആ ലക്ഷ്യത്തിൽ ആ വ്യക്തി എത്തിച്ചേരും. ആ ദൈവവചനം ധ്യാനിക്കുന്നവർ മണ്ടന്മാരാണെന്നല്ല, അവരെവിടെയും എത്തിയാലെന്നല്ല, അവരുടെ ജീവിതം തകർന്നു പോകുമെന്നല്ല, അവരുടെ പ്രവൃത്തികൾ സഫലമാകും. ഇതൊരു അനുഗ്രഹത്തിൻ്റെ വാക്കാണ്. നിങ്ങൾ ഈ വാക്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്കത് മനസ്സിലാകും. ഇവിടെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്. നീർച്ചാലിനരികെ നട്ടതും പിന്നെ ഇല കൊഴിയാത്തതുമായ, ഇല വാടാത്തതുമായ. ഇതിൻ്റെ അർത്ഥം എന്താ? ഞാൻ ആ വാക്യം ഓർക്കുവാണ്. വെയിലില്ലെന്നല്ല, മഴയില്ലെന്നല്ല, കാറ്റില്ലെന്നല്ല, പ്രതിസന്ധി ഇല്ലെന്നല്ല, ഇതെല്ലാം ഉണ്ടേലും ഇതിനെ തൊടിയേലെന്നാണ് അതിൻ്റെ അർത്ഥം. ഇതെല്ലാം ഉണ്ടവിടെ. ദൈവവചനം ധ്യാനിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടില്ല, കാറ്റോ മഴയോ വെയിലോ ചൂടോ ഒന്നും ഉണ്ടാകുകയില്ലെന്നല്ല. ഇതെല്ലാം ഉണ്ടെങ്കിലും അതൊന്നും നിന്നെ തൊടിയേലെന്നാണ്. ആ വാക്യം വായിക്കുമ്പോൾ നമുക്കങ്ങനെ മനസ്സിലാവും. എഴുതിയിട്ടുണ്ട്, രാവും പകലും ധ്യാനിക്കുന്നവൻ യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ്. ചൂടോ
പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ വെയിലോ ഒന്നും അതിനെ തൊടിയല. അങ്ങനെ രാവും പകലും ധ്യാനിക്കുന്നവനൊരു പ്രത്യേകതയുണ്ട്. അവൻ്റെ ജീവിതം വാടിപ്പോവുകയില്ല, അവൻ്റെ ജീവിതം കൊഴിഞ്ഞു പോവുകയില്ല, അവൻ്റെ ജീവിതം തളർന്നു പോവുകയില്ല, അവൻ്റെ ജീവിതം ഒരിടർച്ചയിലും ചെന്ന് പെടുകയില്ല, തകർന്നു പോകത്തില്ല. പിന്നെയോ അവൻ്റെ പ്രവൃത്തികൾ സഫലമാവും. അത് ലക്ഷ്യത്തിലെത്തുമെന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളൊക്കെ ഈ ദൈവവചനം വായിക്കുമ്പോൾ നമ്മൾ ഓർക്കും, ഇതൊക്കെ കേട്ടിട്ട് എനിക്കൊന്നും കിട്ടിയില്ല, ഇതൊക്കെ കേട്ടിട്ട് എന്ത് പ്രയോജനമാണ്, എന്ത് കാര്യമാണ് ഉള്ളത്. ഇന്നലെ ദൂരദേശത്ത് നിന്ന് ഒരു കുടുംബം ഒരാവശ്യത്തിന് ഇവിടെ അടുത്ത് സുൽത്താൻ ബത്തേരി പോയതാണ്. അവർ തിരിച്ചു പോയപ്പോൾ അവർ ഈ ആലയത്തിൽ കയറി പ്രാർത്ഥിച്ചു. അപ്പോൾ യാദൃശ്ചികമായി ഞാൻ വൈകുന്നേരം ആ ഹാളിൽ ആ ചാപ്പലിൽ ചെല്ലുമ്പോൾ മകൻ ഡോക്ടറാണ്. ആ ഡോക്ടറായ മകൻ പറയുവാണ്, ഫാദറിൻ്റെ പ്രസംഗം എപ്പോഴും എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ വയ്ക്കാറുണ്ട്. എനിക്ക് ആദ്യ കാലങ്ങളൊന്നും ഭയങ്കര ദേഷ്യവും ഇറിറ്റേഷനുമായിരുന്നു എപ്പോഴും ഈ ശബ്ദം. പക്ഷേ ഞാൻ എൻ്റെ ജോലി സംബന്ധമായ കാര്യത്തിൽ, പഠന സംബന്ധമായ കാര്യത്തിൽ പല പ്രയാസങ്ങളും അനുഭവിച്ചു. എനിക്ക് ഒരു ഡോക്ടറാകാൻ പറ്റുമോ എന്ന് പോലും എനിക്ക് ഭയം ഉണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും പഠിക്കണമെന്ന് വരെ തോന്നിയായിരുന്നു. പല പ്രശ്നങ്ങളും ഉണ്ടായി. അപ്പോഴൊക്കെ പ്രാർത്ഥിച്ച് എൻ്റെ അമ്മ എന്നോട് പറയുമായിരുന്നു, നീ അവിടെ എത്തും, ദൈവം നിൻ്റെ കരം പിടിച്ച് നിന്നെ എത്തേണ്ടടുത്ത് എത്തിക്കും, ഇരുത്തേണ്ടടുത്ത് ഇരുത്തുന്നു. ഞാനിന്ന് നല്ലൊരു ഡോക്ടറാണ്, എനിക്കിന്ന് നന്നായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രവൃത്തികൾ സഫലമായത് കണ്ടോ? ദൈവവചനം ആ വീട്ടിലെ ഒരാൾ കേട്ടപ്പം, ഇത് അമ്മയല്ല എന്നോട് പറഞ്ഞത്, ഇത് മകനായ ഡോക്ടറാണ് എന്നോട് പറഞ്ഞത്. ചെറുപ്പക്കാരനാണ്. ഒരു ചെറുപ്പക്കാരൻ്റെ, അതും ഡോക്ടറായ ഒരാളുടെ നാവിൽ നിന്ന് ഈ ശബ്ദം വീഴണമെങ്കിൽ അവൻ എത്രമാത്രം അനുഭവം ഉണ്ടായത്. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ അനുഗ്രഹമാവും, പ്രവൃത്തികൾ സഫലമാകും, പ്രവൃത്തികൾ സഫലമാകും. എന്തിനിറങ്ങിയോ അത് പാതി വഴിക്ക് നിർത്തി തിരിച്ചു വരേണ്ടി വരില്ലെന്ന്, പകുതി വഴിക്ക് ഉപേക്ഷിക്കേണ്ടി വരില്ല, അത് സഫലമാവും. ആ വാക്യം വിശ്വാസത്തിൽ പറയണം കേട്ടോ. ഇതെഴുതിയിട്ടുണ്ട്, ആരുടെ പ്രവൃത്തികൾ സഫലമാകുന്ന. എല്ലാത്തിനും കുറ്റം പറഞ്ഞ്, വിമർശിച്ച്, പരാതിയും പറഞ്ഞ്, അസൂയപ്പെട്ട്, സ്വാർത്ഥതയോടെ ജീവിച്ച് ആളുടെ പ്രവൃത്തിയല്ല. ദൈവത്തിൻ്റെ വചനം രാവും പകലും ധ്യാനിക്കുന്നവൻ്റെ പ്രവൃത്തികൾ സഫലമാവും. ദൈവവചനം ധ്യാനിക്കുന്നവൻ നീർച്ചാലിനരികെ നട്ടതെന്ന് എഴുതിയിട്ടുണ്ട്. നട്ടത്. ഞാനിങ്ങനെ ഒരു കാര്യം വിശ്വാസത്തോടെ പറയട്ടെ, ദൈവവചനം കേൾക്കുന്ന നിന്നെ ദൈവം മരുഭൂമി കൊണ്ടേ നടിയല, കാട്ടിക്കൊണ്ടേ നടിയല, ഏറ്റവും നല്ല സ്ഥലത്ത് കൊണ്ടേ നടും. നല്ല കുടുംബത്തിൽ, നല്ല സ്ഥലത്ത്, നല്ല ബന്ധങ്ങളുള്ള സ്ഥലത്ത്, സ്നേഹത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്ന സ്ഥലത്താണ് ദൈവം നിന്നെ നടുവുള്ളൂ. വചനം കേൾക്കുന്നവനെ ദൈവം എവിടെയെങ്കിലും കൊണ്ടേ നടിയല, ഏതേലും കാട്ടിൽ വേണേ കിളിക്കട്ടെ എന്ന് പറഞ്ഞിടിയല, നടും. നല്ല ജോലി തന്നായിരിക്കും നിൻ്റെ ഭാവിയെ ദൈവം നടുന്നത്. നല്ല ഭവനം തന്ന്, നല്ല ശുശ്രൂഷ തന്ന്, നല്ല യോഗ്യത തന്ന്, നല്ല മാന്യത നൽകി ദൈവം നിന്നെ നടേണ്ട സ്ഥലത്ത്, അതും കാറ്റും മഴയും കോളും പ്രശ്നവും വെയിലും എല്ലാം പഠിച്ച് ഉണങ്ങിപ്പോകുന്നൊരു സ്ഥലത്തല്ല, നീർച്ചാലിനരികെ നട്ടത്. അവ നട്ട ഒരു കരമുണ്ട്, തന്നെ എളുത്തുന്നല്ല, നട്ടതാ. അവ ദൈവത്തിൻ്റെ കരമാണ്. പ്രാർത്ഥിക്കുന്ന എന്നെയും നിങ്ങളെയും, പ്രിയപ്പെട്ടവരായ മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം യഥാസ്ഥാനത്ത്, വാടിപ്പോകാത്ത വിധത്തിൽ, വീണു പോകാത്ത വിധത്തിൽ, കൊഴിഞ്ഞു പോകാത്ത വിധത്തിൽ, നല്ലൊരു പ്രോപ്പർ പ്ലേസ്, ഏറ്റവും ആപ്റ്റായിട്ടുള്ള സ്ഥലത്ത്, വേണ്ട സ്ഥലത്ത് അത് ഭംഗിയോടെ നടും. ദൈവം നിങ്ങളെ അനുഗ്രഹമുള്ള സ്ഥലത്തെ നടത്തുള്ളൂ. പ്രതീക്ഷയോടെ ഇന്ന് വചനം കേൾക്കണം. നാളെ മുതൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെ ഇന്ന് വിശുദ്ധ കുർബാനയിൽ ഓർത്ത് പ്രാർത്ഥിക്കുവാണ്. നിങ്ങൾ ഒത്തിരി പേരോടൊക്കെ പറഞ്ഞോ, നാളെ തിങ്കളാഴ്ച മുതൽ നമ്മൾ മദ്യത്തിലും മയക്കുമരുന്ന് ലഹരിക്കും അടിമപ്പെട്ടു പോയ, ആഗ്രഹം ഉണ്ടായിട്ടും ചിലർക്ക് നിർത്താൻ പറ്റുന്നില്ല, കുടുംബത്തിൽ പ്രശ്നം, വീട്ടിൽ പ്രശ്നം ഒക്കെ ഉള്ളവരൊക്കെ ഉണ്ട്.
നമ്മുടെ പരിചയത്തിലുള്ളവരുണ്ട്, നമ്മുടെ ഇടവക്കാരുണ്ട്, നമ്മുടെ സഹോദരങ്ങളുണ്ട്, ബന്ധുമിത്രാദികളിൽ ചിലരുണ്ട്. എനിക്കെന്നാ ഛേദം എന്നാരും വിചാരിക്കരുത്. വേറൊരാളുടെ ദുഃഖം നമ്മുടെയും ദുഃഖമാണ്. വേറൊരാളുടെ പ്രശ്നം നമ്മുടെയും ഒരു വേദനയാണ്. വേറൊരാളുടെ കണ്ണുനീർ നമ്മുടെയും കൂടിയാണ്. അപ്പം ആരൊക്കെയോ രക്ഷപ്പെടാനുണ്ട്. നമ്മുടെ ഈ പ്രാർത്ഥനയിലൂടെ ആരൊക്കെയോ രക്ഷപ്പെടാനുണ്ട്. നമ്മുടെ ഈ സ്നേഹം കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, പ്രോത്സാഹനം കൊണ്ട് ആരുടെയൊക്കെയോ ജീവിതത്തിൽ വലിയ വിടുതൽ ഉണ്ടാകാനുണ്ട്. സാധ്യമായ എല്ലാവരോടും പറയണം, 5:30 തന്നെ ഒരുമിച്ച് കാണണം, പ്രാർത്ഥിക്കണം. ഒരനുഗ്രഹമാണ്. ഓരോ വചനം കേൾക്കുന്ന സമയവും ഒരത്ഭുതം ആരംഭിക്കുന്ന സമയം കൂടിയാണ്. പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ ഞായറാഴ്ച ദിവസം അർപ്പിക്കാൻ പോകുന്ന വിശുദ്ധ കുർബാനയിൽ ഡെയിലി ബ്ലെസ്സിങ്ങിൽ ഇന്ന് വരെ പങ്കെടുത്ത് പ്രാർത്ഥിച്ചവരെ, മുടങ്ങാതെ പ്രാർത്ഥിക്കുന്നവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ഓർത്ത് നന്ദി. നിങ്ങളൊരനുഗ്രഹമാണ്. പ്രാർത്ഥിക്കുന്ന നിങ്ങൾ സഭയ്ക്കും സമുദായത്തിനും ദേശത്തിനും നാടിനും നാട്ടുകാർക്കും ഭവനത്തിലുള്ളവർക്കും അയൽവക്കക്കാർക്കും നിങ്ങളൊരനുഗ്രഹമാണ്. വചനം കേൾക്കുന്ന നിങ്ങളൊരനുഗ്രഹമാണ്. ഒരു പൂവിൽ നിന്ന് സുഗന്ധം പരക്കുന്നത് പോലെ വചനം പ്രാർത്ഥിക്കുന്ന, വചനം കേൾക്കുന്ന നിങ്ങളിലൂടെ ഒരു സുഗന്ധമാണ് പരക്കുന്നത്. ഒരനുഗ്രഹമാണ് പലരും അനുഭവിക്കുന്നത്. ശരീരത്തിൽ തന്നെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരനുഗ്രഹമുണ്ട്. വചനം കേൾക്കുമ്പോൾ പൂവിൽ തേനുള്ളതുപോലെ നമ്മുടെ ജീവിതത്തിലും ചില നന്മകളെ ദൈവം വച്ചിട്ടുണ്ട്. അത് മറ്റൊരാൾക്ക് അനുഗ്രഹമാകുന്ന നന്മയായിട്ട് മാറും. നിങ്ങളിലൂടെ നിങ്ങളുടെ വീട് ഒത്തിരി അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളിലൂടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളിലൂടെ നിങ്ങളുടെ ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളിലൂടെ നിങ്ങളുടെ വീടിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ദൈവം ഒരുക്കി തരട്ടെ. അതിനു വേണ്ടി വഴി തുറക്കട്ടെ. ലോക സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. രാജ്യങ്ങൾ തമ്മിലുള്ള സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. ജോലി മേഖല അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. പഠന മേഖല അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. മത്സ്യബന്ധന മേഖല അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. വരുമാന മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. ബിസിനസ് അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതം അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യുന്ന തൊഴിലുകൾ അനുഗ്രഹമാകാൻ പ്രാർത്ഥിക്കുന്നു. ദീർഘായുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സമാധാനം, സ്വസ്ഥത, ഐശ്വര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ ലോകം മുഴുവൻ യോഗ്യതയോടെ അർപ്പിക്കാൻ പോകുന്ന എല്ലാ വിശുദ്ധ ബലിയുടെയും യോഗ്യതയിൽ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെ ദിവസം അനുഗ്രഹമുള്ള ദിവസമാണ്. നാളെ മുതൽ പ്രത്യേകം പ്രാർത്ഥിച്ചു തുടങ്ങുന്ന ദിവസമാണ്. സാധ്യമായ എല്ലാവരോടും പറയണം, ഒരുമിച്ചായിരിക്കണം, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നാളെയും ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും ഉള്ളം കയ്യിലെന്ന പോലെ സൂക്ഷിക്കട്ടെ, കരുതട്ടെ. ആമേൻ. നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു.